വചനം രണ്ട് തരത്തിലുണ്ട്. വചനത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയൊക്കെയാ? ഒന്ന് ലോഗോസ് എന്ന് പറയും, ലോഗോസ്. രണ്ട് റേമ എന്ന് പറഞ്ഞാൽ, ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള, എങ്കിലും പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. ഈ ലോഗോസ് എന്ന് പറയുന്നത് എന്താണ്? ഈ എഴുതപ്പെട്ട വചനം മുഴുവനും. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? 3 പുസ്തകങ്ങളുണ്ട്. എത്രയെണ്ണോ? പഴയ നിയമം 46, പുതിയ നിയമമോ 27. ഈ പഴയ നിയമം ഹീബ്രു ഭാഷയിൽ എഴുതിയതാണ്, ഹീബ്രു ഭാഷയിൽ. പുതിയ നിയമമോ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതാണ്, ഗ്രീക്ക് ഭാഷയിൽ എഴുതുക. അതായത് 450 പരം ഭാഷയിൽ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ബൈബിൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ഇത് ലോഗോസാണ്. ഇത് എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ് ലോഗോസ്. ഇതിനകത്ത് വേറെ ഒരു ഭാഗമുണ്ട്. എന്താണത്? റേമ. റേമ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഈ ലോഗോസ് റേമയായി മാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വചനം എന്നെ സ്വാധീനിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ ബൈബിള് തുറക്കുമ്പം, ഈ ബൈബിള് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കത് അനുഭവപ്പെടുകയും അതേ വിശ്വാസത്തോടെ നമ്മളത് കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ലോഗോസ് റേമയായി മാറുന്നത്. അങ്ങനെ ലോഗോസ് റേമയായി മാറിയാലേ എൻ്റെ ജീവിതത്തിനത് അഭിഷേകവും കൃപയുമായി മാറുകയുള്ളൂ. ഹല്ലേലൂയ.